കാസർകോട്ടെ പ്ലാന്റേഷൻ ഗോഡൌണുകളിൽ സൂക്ഷിച്ച എൻഡോസൾഫാൻ വലിയ ഭീഷണിയായിരുന്നു. അത് നിർവീര്യമാക്കാനുള്ള നടപടി തുടങ്ങി. നിരോധനത്തിന് പിന്നാലെ ബാരലുകളിലായി സീൽ ചെയ്ത് സൂക്ഷിച്ച രാസകീടനാശിനി മറ്റൊരിടത്തേക്ക് മാറ്റും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി. 25 വർഷങ്ങൾക്ക് ശേഷമാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന സുപ്രധാന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രാജപുരം, പെരിയ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റുകളിലെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന 1105 ലിറ്റർ എൻഡോസൾഫാനാണ് നിർവീര്യമാക്കുന്നത്. ആദ്യ നടപടിയായി പെരിയയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന 700 ലിറ്റർ എൻഡോസൾഫാൻ പുതിയ ബാരലിലേക്ക് മാറ്റി. രാജപുരത്ത് സൂക്ഷിച്ചിരിക്കുന്ന 405 ലിറ്റർ ദ്രാവക ലായനിയും ചീമേനിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഖരരൂപത്തിലുള്ള എൻഡോസൾഫാനും മറ്റൊരിടത്തേക്ക് മാറ്റി നിർവീര്യമാക്കും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിലെ വിദഗ്ധ സംഘമാണ് രാസകീടനാശിനി നിർവീര്യമാക്കുന്നത്. We came to 4 states where all the dumps which are there, endosulfan dump that has been shifted to new dumps, and we have secured them now, and the report will be filed before NGT suggesting how the waste has to be disposed of. Therefore, based on the honorable NGT directions, further directions, the action has to be taken for final disposal. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മിഞ്ച പദവിയിലെ കശുമാവിൻ തോട്ടത്തിൽ അശാസ്ത്രീയമായി എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ കേസിൽ വാദം തുടരുന്നതിനിടെയാണ് കേന്ദ്ര ഹരിത ട്രിബ്യൂണൽ നിലവിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേന്ദ്ര മലിനീകരണ ബോർഡിനെ ചുമതലപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റിടങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ ഇവിടെ നിന്ന് മാറ്റി നിർവീര്യമാക്കും. ന്യൂസ് 18 കാസർഗോഡ്. കാടും മേടും കണ്ട് മഴക്കാഴ്ചകൾ ആസ്വദിച്ച് കുട്ടികൾ നടത്തിയൊരു യാത്രയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന്റെ ആവേശത്തിലായിരുന്നു മൂന്നാർ കന്നിമല ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. ദേശീയോദ്യാനത്തിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വരയാടും കൂട്ടുകാരും എന്ന പേരിൽ കുട്ടികൾക്കായി പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇരവികുളത്തെ ചോലവാനവും പുൽമേടുകളും കണ്ട് വരയാടുകളോടൊപ്പം കുശലം പറഞ്ഞ് അപൂർവമായ ഓർക്കിഡുകളുടെ ഭംഗി ആസ്വദിച്ചായിരുന്നു യാത്ര. മൂന്നാർ കന്നിമല ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളാണ് യാത്ര നടത്തിയത്. நாங்கள் இங்கே நிறைய மரங்கள் செடிகள் இதெல்லாம் பார்த்தோம். இங்கே வரையாடெல்லாம் நிறையா இருக்குது. நாங்கள் பார்க்காத மரம்லாம் இங்கே நிறையா இருக்குது. குறிஞ்சி பூ செடி மிஸ்டெல்லாம் பார்க்கும்போது நல்லா இருக்குது. இதுதான் ஃபர்ஸ்ட் டைம் இங்கே வந்தது. ஆனால் இது ரொம்ப அழகாக இருக்குது. வரையாடுகள், அப்புறம் நிறைய மரம் செடி கொடிகள் இதெல்லாம் ரொம்பவே அழகாக இருக்குது. அப்புறம் பஞ்சு மிட்டாய்க்குள்ள நிற்கிற மாதிரி மிஸ்டுகள் இதுவே ரொம்ப பார்க்க அழகாக இருந்தது. പ്രകൃതി സംരക്ഷണ യജ്ഞത്തിന് യുവതലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ 50ാം വാർഷികം സമുചിതമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി ഈ 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ഇനം എന്ന് പറഞ്ഞാൽ 50 സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രകൃതി പഠന അവസരമാണ്. അതായത് 50 സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇരവികുളം നാഷണൽ പാർക്ക് പ്രദാനം ചെയ്യുകയാണ്. കൂടുതലും ഗവൺമെന്റ് സ്കൂൾസിലും മറ്റുള്ള എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾസിലുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന ലോക പ്രശസ്തമായ ദേശീയോദ്യാനം അതിന്റെ ജൈവവൈവിധ്യം കൊണ്ട് ഏറ്റവും പ്രത്യേകത ഉള്ളതാണ്. കൂടുതലും ഇതിലെ മേഖലകൾ വരുന്നത് പുൽമേട് ചോല വിഭാഗത്തിലാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ സവിശേഷതകൾ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ട്രക്കിങ്ങും പഠന ക്ലാസും വെർച്വൽ റിയാലിറ്റി ഷോയും ഒരുക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ ദിവസങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുക്കും. അടുത്ത മാർച്ച് വരെയാണ് വിവിധ സമയങ്ങളിൽ ക്യാമ്പ് നടക്കുക. ന്യൂസ് 18 ഇടുക്കി. തമിഴ്നാടിന്റെ പരമ്പരാഗത ചിത്രകലാരൂപങ്ങളിലൊന്നായ തഞ്ചാവൂർ പെയിന്റിംഗിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശിയായ മണികണ്ഠൻ എന്ന യുവ കലാകാരൻ തഞ്ചാവൂർ പെയിന്റിംഗിൽ ഒരുക്കുന്ന ചിത്രങ്ങൾ കാണാം. 2 പതിറ്റാണ്ടായി തഞ്ചാവൂർ ചിത്രകലയിൽ മണികണ്ഠൻ സജീവമായിട്ട്. ഇതിനോടകം ആയിരക്കണക്കിന് ചിത്രങ്ങൾ തയ്യാറായി. ശില്പകലകളിൽ പേരുകേട്ട തഞ്ചാവൂരിലെ
തനത് ചിത്രകലാരൂപത്തോടുള്ള ഇഷ്ടമാണ് ഈ രംഗത്തേക്ക് മണികണ്ഠനെ ആകർഷിച്ചത്. ചെന്നൈ ചെട്ടിനാട് വിദ്യാശ്രമത്തിൽ ഗുരുകുല പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ ആയിരക്കണക്കിന് ചിത്രകലാരൂപങ്ങൾ നിർമ്മിച്ചു. ഗീതോപദേശം, അനന്തശയനം, ദശാവതാരം, അങ്ങനെ നീളുന്നു ചിത്രങ്ങൾ. സ്വർണവും വെള്ളിയും ലേപനം ചെയ്തു നിർമ്മിച്ച ചിത്രങ്ങൾ കൗതുകമുണർത്തുന്നതാണ്. ആദ്യകാലങ്ങളിൽ ചുവരുകളിലും മരപ്പലകകളിലുമായിരുന്നു ചിത്രങ്ങൾ രൂപപ്പെടുത്തിയത്. കാലം മാറിയതോടെ പ്ലൈവുഡ് തിരഞ്ഞെടുത്തു. ആവശ്യമായ അളവിൽ പ്ലൈവുഡ് മുറിച്ചെടുത്ത ശേഷം തുണിയിൽ അറബിക് പശ കലർത്തിയാണ് ബേസ് നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ രൂപം പെൻസിലിൽ വരയ്ക്കും. ഭംഗി കൂട്ടുന്നതിനായി പച്ച, ചുവപ്പ്, വെള്ള കണ്ണാടിക്കല്ലുകൾ പതിപ്പിക്കുകയാണ് അടുത്ത പടി. ഇതിലേക്ക് ജയ്പൂർ ഉൾപ്പെടെയുള്ള പരമ്പരാഗത കല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ചിത്രത്തിന് ആവശ്യമായ പ്രൊജക്ഷൻ നൽകുക എന്നത് മറ്റൊരു കടമ്പയാണ്. ഏറെ ശ്രദ്ധ വേണം ഇതൊക്കെ പൂർത്തിയാക്കാൻ. ആദ്യകാലങ്ങളിൽ വണ്ടുകൾ, ഞണ്ടുകൾ തുടങ്ങിയ ജീവികൾ കൂടൊരുക്കാൻ തയ്യാറാക്കുന്ന മൃദുലമായ മണ്ണ് ശേഖരിച്ചായിരുന്നു പ്രൊജക്ഷൻ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വിവിധ തരം ഷോക്ക് പൗഡറുകളും അറബിക് പശയുമാണ് ഉപയോഗിക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ ചിത്രത്തിൽ 24 കാരറ്റ് തങ്കഭസ്മം സ്വർണ്ണ നിറത്തിനായും വെള്ളി നിറം ആവശ്യമുള്ളിടത്ത് വെള്ളിയുടെ ഭസ്മവും ഉപയോഗിക്കും. വിവിധ വർണ്ണങ്ങൾ കൊണ്ട് ചിത്രം മനോഹരമാക്കുകയാണ് അവസാന ഘട്ടം. ആദ്യകാലങ്ങളിൽ പച്ചില ചാറുകളിൽ നിർമ്മിക്കുന്ന നിറങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പോസ്റ്ററിംഗ് കളറുകളാണ് ഉപയോഗിക്കുക. ചിത്രങ്ങൾക്ക് പൂർണ്ണരൂപം നൽകുന്നതിന് വലിപ്പമനുസരിച്ച് 2 മുതൽ 3 മാസം വരെ വേണ്ടിവരും. മഴക്കാലം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. നിരവധി ശിഷ്യസമ്പത്തുകളുള്ള മണികണ്ഠൻ ഈ കലാരൂപം കേരളത്തിലെ ചിത്രകലാ പ്രേമികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പത്മനാഭപുരം ക്ഷേത്രത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ പലയിടങ്ങളിലും മണികണ്ഠൻ വരച്ച ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, UK, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും തഞ്ചാവൂർ പെയിന്റിങ്ങുകൾ അയക്കുന്നു. ഇപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വർക്കാണ്. ഇത് ഒരു കമർഷ്യലാണ്. ഞങ്ങൾക്ക് മാക്സിമം ഇത് ട്രഡീഷണലാണ്. നമ്മൾ പാരമ്പര്യ കലകളെല്ലാം നോക്കുമ്പോഴെല്ലാം ട്രഡീഷണൽ ആയിരിക്കും. ഏതൊരു രൂപസാധ്യവും ഇല്ലാതെ അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും. അതുപോലെ തന്നെയാണ് തഞ്ചാവൂർ പെയിന്റിങ്ങിൻ്റെതും. അരുൺ മോഹൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇനി ആ കാഴ്ചകളിൽ നിന്നൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ചില കാഴ്ചകളിലേക്കാണ്. കനത്ത മഴയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് പട്ടാമ്പി നഗരത്തിലെ റോഡുകളെല്ലാം. വാഹനാപകടങ്ങളും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കും പതിവായതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു. വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ളവർ കുരുക്കിൽപ്പെട്ട് വലയുകയാണ്. പട്ടാമ്പി നഗരത്തിലെ പ്രധാന റോഡ് കാലവർഷം കനത്തതോടുകൂടിയാണ് തകർന്നടിഞ്ഞത്. കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി. വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും നിത്യസംഭവമാണ്. IPT എന്നുള്ള റോഡിന്റെ ഏറ്റവും ജനനിബിഡമായി ഏറ്റവും വാഹനങ്ങളുള്ള പെരുക്കുള്ള സ്ഥലം നമ്മുടെ പട്ടാമ്പി, മേലെ പട്ടാമ്പി, കൽപ്പക മുതൽ ബസ് സ്റ്റാൻഡ്, ഗുരുവായൂർ റോഡ് വരെയുള്ള ടൗണാണ്. അവിടെ സമയബന്ധിതമായി വേനൽക്കാലത്ത് പണി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നുണ്ടാവുന്ന യാത്രാ ദുരിതം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാകരുത്. ഇപ്പൊ നമ്മൾ ഈ 2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ചുരുങ്ങിയത് 40 മിനിറ്റ് എടുക്കേണ്ട അവസ്ഥയാണ്. ചില സമയത്ത് അത് 1.5 മണിക്കൂറിലപ്പുറമാണ്. പട്ടാമ്പി ടൗണിലൂടെ യാത്ര ചെയ്ത് ഒരു ഹാർട്ട് പേഷ്യന്റ് പോകണമെങ്കിൽ ഒരു ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ യാത്രാ ക്ലേശം വരികയാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ PWDയുടെ ചാലും ഇതിന് മണ്ണെടുത്തിട്ടും പല ഭാഗത്തും അശാസ്ത്രീയമായിട്ടും അതൊക്കെ ഒലിച്ചു വന്നിറക്കുകയാണ്. മേലെ നിന്ന് പണി കഴിഞ്ഞ ഭാഗത്തുള്ളതൊക്കെ ചാലുകളിൽ ഡ്രെയിനേജൊക്കെ തകരാറായി കിടക്കുകയാണ്. അപ്പോൾ ആ വെള്ളം റോഡിലേക്ക് കയറാണ്. റോഡ് മുഴുവൻ ഇപ്പം കുണ്ടും കുഴികളാണ്. റോഡ് തകർച്ച മൂലം വാഹനങ്ങളുടെ മെല്ലെപ്പോക്ക് കാരണം രാവിലെ മുതൽ രാത്രി വരെ വലിയ ഗതാഗത കുരുക്കാണ് പട്ടാമ്പി ടൗൺ ദിവസങ്ങളായി നേരിടുന്നത്. കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ എത്തിപ്പെടാൻ അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സമയമെടുക്കും. പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ കുഴികളിൽ ക്വാറി അവശിഷ്ടങ്ങൾ ഇട്ടുവെങ്കിലും പരിഹാരമായില്ലെന്ന് മാത്രമല്ല, അത് ചിതറി അപകട ഭീഷണി സൃഷ്ടിക്കുന്നുമുണ്ട്. സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും സമയത്തിന് എത്താൻ കഴിയാതെ വലയുകയാണ്. ഇവിടെ റോഡ് വക്കത്ത് മൊത്തം സ്കൂളിൻ്റെ മുന്നിൽ നിറയെ കുഴികളാണ്. വണ്ടികൾ പോകുമ്പോൾ ഞങ്ങളൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മളെ മുഖത്തൊക്കെയാണ് ചളി തെറിക്കുന്നത്. അതുപോലെ ഓരോ വണ്ടികൾ വന്നാൽ കുണ്ടിൽ ചാടും. സ്കൂൾ ട്രിപ്പ് പോകുമ്പോഴും യാത്രക്കാർ സ്കൂട്ടി അറിയാത്ത ആൾക്കാരെ കൊണ്ടു ചാടുന്നു. ഇല്ല അടച്ചിട്ടില്ല. ഇല്ല, ഇപ്പൊ ഒന്നും അടച്ചിട്ടില്ല. അത് ഒരിക്കലും അവിടെ ഇട്ടത് പോയി, പിന്നെ അടച്ചിട്ടില്ല.
ആംബുലൻസും കാലവർഷക്കെടുതികളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തേണ്ട ഫയർഫോഴ്സ് വാഹനങ്ങളും കുരുക്കിലകപ്പെടുന്നതും നിത്യസംഭവമാണ്. സംസ്ഥാന ഗവൺമെന്റ് നിള മുതൽ IPT വരെയുള്ള റോഡിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ, അതായത് അതിൻ്റെതായ സമയങ്ങളിൽ അത് പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ചില നടപടികൾ കൊണ്ട് മാത്രമാണ് പട്ടാമ്പി നഗരത്തിൻ്റെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ഇന്നും ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ചില ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാലോചന ഇല്ലായ്മയും അവരുടെ താൻ പ്രമാണിത്താണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പട്ടാമ്പി എത്തിച്ചേർന്നത്. പട്ടാമ്പി കുളപ്പുള്ളി ആധുനിക റോഡ് നവീകരണത്തിന്റെ പേരിൽ ഇപ്പോഴുള്ള തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണാതെ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തുകയാണ് കരാർ കമ്പനിയെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ശക്തമായ കാറ്റിലും മഴയിലും പാലക്കാട് ഷൊർണൂരിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഒരു തേക്കും തെങ്ങുകളുമാണ് വീടിന് മുകളിലേക്ക് വീണത്. ഷൊർണൂർ നഗരസഭയിലെ മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത്. വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് ഇറങ്ങിയോടി. അതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മണികണ്ഠന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തെ ഒരു തേക്കും 2 തെങ്ങുകളുമാണ് ശക്തമായ കാറ്റിൽ നിലം പൊത്തിയത്. അതിർത്തി തർക്കം മൂലം മണികണ്ഠന്റെ അയൽവാസി ഈ മരങ്ങൾ വെട്ടാൻ സമ്മതിച്ചിരുന്നില്ല. മരങ്ങൾ വെട്ടിമാറ്റാൻ റവന്യൂ അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങിയെങ്കിലും അയൽവാസി തടസ്സം നിന്നതായി മണികണ്ഠൻ ആരോപിക്കുന്നു. വീട്ടിലത്തെ മരങ്ങളാണ് കാറ്റും മഴയത്ത് ഇങ്ങനെ വീഴുന്നതും പറഞ്ഞിട്ട് കൂടി വെട്ടാൻ സമ്മതിക്കുന്നില്ല. ആധാർ അളന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും കുറ്റിയുണ്ട്. ഇനിയും ഇത്തരത്തിൽ അപകട ഭീഷണിയുള്ള ധാരാളം മരങ്ങൾ മണികണ്ഠന്റെ സ്ഥലത്തുണ്ട്. പക്ഷേ ഇത് വെട്ടിമാറ്റാൻ തടസ്സം അതിർത്തി തർക്കമാണ്. പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണം എന്നാണ് മണികണ്ഠന്റെ ആവശ്യം. ന്യൂസ് 18 ഷൊർണൂർ. അരുവിക്കര മൈലമൂട് റോഡ് തകർന്നിട്ട് വർഷങ്ങളേറെ പിന്നിടുമ്പോഴും അധികൃതർ മൗനത്തിലാണ്. പ്രധാനമന്ത്രി ഗ്രാമീണ സംയോജന പദ്ധതി പ്രകാരം പണി കഴിപ്പിച്ച റോഡ് പ്രദേശവാസികളുടെ ഏക ആശ്രയമാണെന്നിരിക്കെയാണ് അധികൃതരുടെ ഈ അവഗണന. 2.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ ദയനീയമായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. റോഡ് നിർമ്മിച്ചിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നാളിതുവരെ നവീകരണ പ്രവൃത്തികളൊന്നും നടത്തിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ ഇരുവശങ്ങളിലും കാടുകയറി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറി. 8 മീറ്റർ വീതിയുണ്ടായിരുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞും ടാറുകൾ അടർന്നുമാറിയും കാടുകയറിയും ഇപ്പോൾ 3 മീറ്ററായി മാറി. മലയോര പട്ടണമായ നെടുമങ്ങാട്ടിലേക്ക് എത്തുന്നതിനുള്ള ഈ പാതയിൽ അംഗൻവാടി, സിദ്ധ ആയുർവേദ ആശുപത്രി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. നാളിതുവരെ ഈ റോഡ് ഒന്ന് പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ റീടാർ ചെയ്യാനോ നാളിതുവരെ ഗവൺമെൻറ് മീൻസ് ഇതിനകത്ത് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിനാണ്. ജില്ലാ പഞ്ചായത്ത് നാളിതുവരെ ഈ വർക്ക് ടെൻഡർ ചെയ്യുകയോ പുനരുദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല. ഒട്ടനവധി വാഹനങ്ങൾ, അതായത് ഹെവി വെഹിക്കിൾ ഉൾപ്പെടെ ഒട്ടനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തോട് സാമ്യം കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. അരുവിക്കര ടൂറിസം മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഉൾപ്പെടെ എളുപ്പമാർഗം കടന്നുപോകാൻ തിരഞ്ഞെടുക്കുന്ന പ്രധാന റോഡായ മുള്ളിലവൻമൂട് കാഞ്ചിക്കാവിള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വൈകരുത് എന്നാണ് പ്രധാന ആവശ്യം. ഇതിനോടകം നിരവധി നിവേദനങ്ങളാണ് റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകൾ നൽകിയത്. ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ പരിപാടിക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അപകട ഭീഷണിയായ മതിൽ പൊളിച്ചു നീക്കാൻ ഇതുവരെയും നടപടിയില്ല. പിറവന്തൂർ വാഴത്തോപ്പിലാണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ മതിലുള്ളത്. ഗുരുദേവ ഹൈസ്കൂൾ, SNUPS, ഗവൺമെന്റ് LPS എന്നീ സ്കൂളുകളിലെ കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്നാണ് അപകട ഭീഷണി ഉയർത്തുന്ന മതിൽ. കടക്കാമൺ വാഴത്തോപ്പ് ജംഗ്ഷനിൽ വനംവകുപ്പിന്റെ ഭൂമി സംരക്ഷിക്കുന്നതിനായി വനംവകുപ്പ് നിർമ്മിച്ച കൂറ്റൻ മതിലാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായി നിലകൊള്ളുന്നത്. മതിലിന്റെ നിർമ്മാണ സമയത്ത് തന്നെ ബലക്ഷയവും അശാസ്ത്രീയതയും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അധികൃതർ അത് ചെവിക്കൊണ്ടിരുന്നില്ല. 1 കിലോമീറ്ററുള്ള മതിലിന്റെ ഏറിയ ഭാഗവും കാലപ്പഴക്കത്താൽ പലപ്പോഴായി തകർന്ന അവസ്ഥയിലാണ്. ഏതു നിമിഷവും വെയിറ്റിംഗ് ഷെഡിനുള്ളിലേക്ക് തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ ഇളകി നിൽക്കുകയാണ് മതിൽ. ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരും സ്കൂൾ വിട്ടുവരുന്ന സമയങ്ങളിൽ നിരവധി കുട്ടികളും ശക്തമായ മഴയിൽ ഇവിടെയാണ് നിൽക്കുന്നത്. മതിൽ തകർന്നു വീഴുകയാണെങ്കിൽ വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദിവസവും നിരവധി ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു വെയിറ്റ് ഷെഡാണ് ഇവിടെ. അപ്പൊ ഇതിന്റെ ഈ ഡിപ്പോയുടെ മതിൽക്കെട്ട്, കടക്കാവൺ തടി ഡിപ്പോയുടെ മതിൽക്കെട്ട് നമ്മുടെ ഈ വെയിറ്റ് ഷെഡിന് പോലും അവിടെ നിൽക്കുന്നവർക്ക് പോലും ഭീഷണിയായി. അപ്പുറത്തെ സൈഡ് കഴിഞ്ഞ ദിവസമാണ് ഇടിഞ്ഞു വീണത്.
ഇന്നിപ്പോൾ നാണ്ട രാവിലെ ഈ സൈഡ് ഇടിഞ്ഞു വീണു. എന്തായാലും ഭാഗ്യത്തിന് പിള്ളേരൊക്കെ കയറിപ്പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇടിഞ്ഞത്. അടിയന്തരമായി ഈ മതിൽക്കെട്ടിന്റെ പിന്നെ ഈ ഭാഗം വൃത്തിയാക്കുമെന്നല്ല, അത് മതിൽ ഇടിഞ്ഞു വീഴാതിരിക്കാനുള്ള നടപടികൾ വനം വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ പേരിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മതിലിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാർ വേണ്ടത്ര ഗുണനിലവാരമുള്ള നിലയിലല്ല മതിൽ നിർമ്മിച്ചതെന്ന് ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണം പൂർത്തിയാക്കി ഏറെ നാൾ കഴിയും മുമ്പ് മതിൽ തകരുന്നത്. മതിലിന്റെ അപകടാവസ്ഥ വനം വകുപ്പ് അധികൃതരെ നിരവധി തവണ ധരിപ്പിച്ചെങ്കിലും ഇതുവരെയും ആരും തിരിഞ്ഞുനോക്കിയില്ല. ഈ മതിൽ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം വർക്കല പാപനാശം ഒരുപാട് പേരെത്തുന്ന ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ആ ബീച്ചിലേക്കുള്ള പ്രധാന റോഡിൽ വഴിവിളക്കുകൾ കത്തിയിട്ട് കാലങ്ങളായി. ഇതുമൂലം സഞ്ചാരികളും ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ്. ജനാർദ്ദന സ്വാമി ക്ഷേത്രം മുതൽ പാപനാശം ബീച്ച് വരെയുള്ള റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്ക് തെളിഞ്ഞിട്ട് മാസങ്ങളായി. സന്ധ്യയായാൽ പ്രദേശത്താകെ ഇരുട്ടാകും. പിന്നീട് ഈ ഭാഗം ലഹരി മാഫിയയുടെ താവളമാണ്. അസ്തമയം കഴിഞ്ഞ് ബീച്ചിൽ നിന്ന് വരുന്ന വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾ ഭയന്നാണ് സഞ്ചാരം. വഴിവിളക്കുകൾ പ്രവർത്തിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ MLA ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പുലർച്ചെ 4 മണി മുതൽ പാപനാശം തീരത്ത് ബലിതർപ്പണം തുടങ്ങും. നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി എത്തുന്നത്. വഴിവിളക്കില്ലാത്തത് കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ തിരുവിളക്കുകൾ കത്താറായിട്ട് 6 മാസത്തോളമായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ജനാർദ്ദന ക്ഷേത്രത്തിന്റെ മുഖ്യ കേന്ദ്രം ആൽത്തറമുളി ജംഗ്ഷൻ മുതൽ പാവനാശം വരെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ രാത്രികാലങ്ങളിൽ ക്ഷേത്രക്കുളത്തിന് സമീപമാണ് ഇറച്ചിയും മറ്റു ആഹാരം വിളമ്പി പാചകമൊക്കെ ചെയ്ത് മാത്രമല്ല അവിടെ വിസർജനം ചെയ്തു വെക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പാതയോരത്തുള്ള സ്ഥാപനങ്ങളിലെ പ്രകാശം മാത്രമാണ് സന്ധ്യ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഉള്ളത്. കടകൾ അടയ്ക്കുന്നതോടെ ഇതും നിലയ്ക്കും. അടുത്തിടെയാണ് മദ്യപസംഘം ഈ മേഖലയിൽ ഏറ്റുമുട്ടുകയും പോലീസുകാരനുൾപ്പെടെ മർദ്ദനമേൽക്കുകയും ചെയ്തത്. ന്യൂസ് 18 വർക്കല. പാലക്കാട് തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റ് മലമ്മൽ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം ആവശ്യപ്പെട്ട് CPMന്റെ പ്രതിഷേധം. ഷൊർണൂർ PWD ഓഫീസിൽ ധർണ നടത്തിയ പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പാലക്കാട് തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിലെ മലമ്മൽ റോഡ് നിവാസികൾ വെള്ളക്കെട്ട് കാരണം ദുരിതത്തിലാണ്. മഴയ്ക്ക് പിന്നാലെ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ആഴ്ചകളോളം നിലനിൽക്കും. കുട്ടികൾ ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെ വേണം സഞ്ചരിക്കാൻ. കേടുപാടുകൾ സംഭവിക്കാനും വെള്ളം കയറാനും സാധ്യതയുള്ളതിനാൽ ഓട്ടോറിക്ഷകൾ പോലും വരാൻ മടിക്കുന്നു. ഇതോടെ പുറം ലോകത്തെത്താൻ പ്രയാസപ്പെടുകയാണ് പ്രദേശവാസികൾ. ഈ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് അധികൃതർക്കെതിരെ CPM പ്രവർത്തകർ രംഗത്തെത്തിയത്. വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നും ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയക്കളി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഷൊർണൂർ PWD ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM പ്രവർത്തകരും PWD അസിസ്റ്റന്റ് എഞ്ചിനീയറും തമ്മിൽ ചർച്ച നടത്തി. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ അമ്പലനട ഭാഗത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ആ PWD റോഡിന് ഒരു കൾവർട്ട് MLA ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് നവകേരള സദസ്സിലും ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ടീച്ചർ. ഇതിനൊക്കെ ഭാഗമായി ആ വർക്കിന് വേണ്ടി 30 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച ആ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ഒരാഴ്ചക്കകം ആ വർക്ക് ആരംഭിക്കും എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത അറിയിക്കുക. അടുത്ത ദിവസം തന്നെ സ്ഥലം സന്ദർശിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് തകർന്ന റോഡിലെ കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോ പതിച്ച വാഴകൾ നട്ട് പ്രതിഷേധം. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ കുഴികളിലാണ് KSU പ്രവർത്തകർ ഫോട്ടോയുള്ള വാഴ നട്ട് പ്രതിഷേധിച്ചത്. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. മഴ പെയ്തതോടെ ഈ വഴിയുള്ള യാത്ര ദുസ്സഹമായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുഴികളിൽ യാത്രക്കാർ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് പതിവായി. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് KSU കുളപ്പുള്ളി JTS സ്കൂളിന്റെ മുൻവശത്തുള്ള കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഫോട്ടോകൾ പതിച്ച വാഴകൾ വെച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 ഷൊർണൂർ. കാട്ടാന ഭീതിയിലാണ് മലപ്പുറം ചാലിയാറിലെ ആലോടി പ്രദേശം. കഴിഞ്ഞ ദിവസം പുലർച്ചെ എത്തിയ ഒറ്റക്കൊമ്പൻ വ്യാപക കൃഷിനാശമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയത്.
നിലമ്പൂർ വനമേഖലയോട് ചേർന്നാണ് ചാലിയാർ പെരുമ്പുത്തൂർ മേഖല. കാടിറങ്ങുന്ന കാട്ടാനയാണ് കുറേ ദിവസമായി ഈ മേഖലയിൽ ഭീതി വിതയ്ക്കുന്നത്. കാട്ടാരപ്പീടിയിൽ നിലമ്പൂരിലെ കണ്ണംകുന്നേൽ ഉണ്ണികൃഷ്ണന്റെ 1/2 ഏക്കറോളം സ്ഥലത്തെ കൃഷി കാട്ടാന നശിപ്പിച്ചു. കായ്ഫലമുള്ള തെങ്ങുകൾ, കമുകുകൾ, വാഴകൾ ഉൾപ്പെടെ നശിപ്പിച്ചു. ഷെഡിൽ കിടന്നുറങ്ങിയ ചൂരപ്പാരൻ ശ്രീധരൻ കാട്ടാനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ ലോണുകളെ ഇപ്പോൾ കുടിശ്ശിക കിടപ്പുണ്ട്. അടയ്ക്കാനും കൂടി നിർത്തിയില്ലാണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുത്ത മാസം ലോൺ അടയ്ക്കേണ്ട ദിവസമാണ് 4-ാം തീയതി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കായ്ക്കണ തെങ്ങാണ് എന്നും അറിയുമ്പോൾ ഇത് വന്ന് കുത്തിക്കളഞ്ഞു പോണത്. ഇനി എന്താ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം തന്നെ. എന്നും നിറയുന്ന വരെ ഇത് വരികയാണ്, എന്നും വരുന്നുണ്ട്. കാരാട്ടുതൊടി നാരായണന്റെ വീട്ടിന് മുന്നിലെത്തിയ കാട്ടാന വീടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് മറ തകർത്തു. ആലോടിയിലെ 40ഓളം കുടുംബങ്ങളാണ് വീട്ടുമുറ്റത്തേക്ക് രാത്രിയായാൽ ചുള്ളിക്കൊമ്പനെത്തുന്നതിനാൽ ഭീതിയിൽ കഴിയുന്നത്. സർക്കാരും വനംവകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വീടിന്റെ മതിലുകൾ ചുള്ളിക്കൊമ്പൻ തകർത്തത്. വീടിന് പുറത്തിറങ്ങിയാൽ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെടുന്ന അവസ്ഥയിലാണ് ഈ നാട്ടുകാർ. ന്യൂസ് 18 മലപ്പുറം. മണ്ഡലത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങൾക്കും ഒരേ സമയം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്ത് കോഴിക്കോട് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്. മണ്ഡലത്തിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട 101 പൊതുവിദ്യാലയങ്ങളിലേക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. MLAയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത്. മണ്ഡലത്തിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 101 സ്കൂളുകൾക്കായി 239 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തുവെന്ന് MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സവിശേഷ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഉയരെ. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ 101 പൊതുവിദ്യാലയങ്ങളാണ് ആകെയുള്ളത്. ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നിരവധി പരിപാടികൾ നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായി തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ 101 പൊതുവിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്ന പരിപാടിയാണ് നടത്തുന്നത്. 239 ലാപ്ടോപ്പുകളാണ് മണ്ഡലത്തിലാകെ 101 വിദ്യാലയങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്. 2024-25 വർഷത്തെ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പുകൾ നൽകുന്നത്. പഞ്ചായത്ത് തലത്തിലാണ് കിൽട്രോൺ പദ്ധതി നടപ്പിലാക്കുക. മുക്കം നഗരസഭയിലെ വിദ്യാലയങ്ങൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ MLA നിർവഹിച്ചു. ന്യൂസ് 18 തിരുവമ്പാടി. പുതിയ മുളകുപൊടി പുറത്തിറക്കി പ്രമുഖ കറി മസാല വിപണന കമ്പനിയായ ഈസ്റ്റേൺ. എരിവ് കുറഞ്ഞ സൂപ്പർ കശ്മീരി ചില്ലി പൗഡറാണ് പുറത്തിറക്കിയത്. മീൻകറിക്ക് ഉൾപ്പെടെ വിവിധ തരം മുളകുപൊടികൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഇതിന് പരിഹാരമായാണ് സൂപ്പർ കശ്മീരി ചില്ലി പൗഡർ എന്ന് ഈസ്റ്റേൺ CEO ഗിരീഷ് നായർ പറഞ്ഞു.